എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി റീഡിംഗ് 30 ഡേയ്സ് ചലഞ്ചിന്റെ ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 5ാമത്തെ ദിവസത്തിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ലെറ്റർ ആണ് ഉ. ഉ. ഇനി അടുത്ത ലെറ്റർ ആണ് ഊ. ആദ്യത്തേത് ഹ്രസ്വ ഉ, സെക്കൻഡ് ദീർഘ ഉ. ഇനി നമുക്ക് ഇതിന്റെ ചിഹ്നം നോക്കാം. ഫസ്റ്റ് ഊവിന്റെ ചിഹ്നം ഇവിടെ താഴെ കാണുന്ന ഒരു ഭാഗം തന്നെയാണ് ഊവിന്റെ. ഇതാണ് ഊവിന്റെ ചിഹ്നം. അടുത്തത് ദീർഘ ഊവിന്റെ ചിഹ്നം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരം പായുടെ കൂടെ ഊവിന്റെ ചിഹ്നം ചേർത്ത് നോക്കാം. പായുടെ കൂടെ ഊവിന്റെ ചിഹ്നം വന്ന പൂ. ഇത് ഏത് അക്ഷരമാണ്? സ. സായുടെ കൂടെ ഊവിന്റെ ചിഹ്നം വന്ന സു. ഇനി അതുപോലെ ദീർഘ ഊ നമുക്ക് ഈ അക്ഷരങ്ങളുടെ കൂടെ ചേർത്ത് നോക്കാം. പായുടെ കൂടെ ദീർഘ ഊവിന്റെ ചിഹ്നം എന്തായി? കുറച്ചുകൂടി നീട്ടി പറയണം അല്ലെ. ഊ. നെക്സ്റ്റ് സായുടെ കൂടെ ഊവിന്റെ ചിഹ്നം വന്ന സൂ. ക്ലിയർ അല്ലേ? ഇനി ഈ ഊവിന്റെ ചിഹ്നം നമുക്ക് കുറച്ച് ഊവിന്റെ ചിഹ്നം വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. ചായയുടെ അടിയിൽ ഊവിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു, എന്നിട്ട് പാ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് എങ്ങനെ ഉച്ചരിക്കണം നോക്കാം. ചാ. ചായയുടെ കൂടെ ഊവിന്റെ ചിഹ്നം. അപ്പൊ ചു. സെക്കൻഡ് ലെറ്റർ പായാണ്, പക്ഷെ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹാഫ്. അപ്പൊ എങ്ങനെ വായിക്കാം? ചു. നെക്സ്റ്റ് ലെറ്റർ ഒന്നുകൂടെ നമുക്ക് ചായയുടെ അടിയിൽ ഊവിന്റെ ചിഹ്നം ഇട്ടു. അപ്പൊ എന്തായി? ചു. നെക്സ്റ്റ് ലെറ്റർ നായാണ്, അപ്പൊ നായുടെ ഹാഫ് അല്ലേ, അപ്പൊ ചുൻ. ഓക്കെ, ഇനി അതുപോലെ ധായും നായും എഴുതി. അപ്പൊ എങ്ങനെ ഉച്ചരിക്കേണ്ടത്? ധൻ. ഓക്കെ, ധൻ. ധായുടെ അടിയിൽ നമ്മള് ചിഹ്നം ചേർത്ത് കൊടുക്കാൻ പോവാണ്, ഊവിന്റെ ചിഹ്നം ഇട്ട്. അപ്പൊ എങ്ങനെയായി? ധുൻ. ധുൻ. അതുപോലെ തന്നെ ഭായും നായും എഴുതി. അപ്പൊ എന്തായി? ബൻ. ബൻ. ഇനി ബാന്റെ അടിയിൽ ഊവിന്റെ ചിഹ്നം ഇട്ടാലോ എന്താവും? ബു. അപ്പൊ ബു പ്ലസ് എൻ, ബുൻ. അടുത്ത ലെറ്റർ ആണ് മ. മായുടെ കൂടെ നാ ചേർത്തു. ഇനി നായുടെ അടിയിൽ ഊവിന്റെ ചിഹ്നം ഇട്ടു. അപ്പൊ എന്തായി? മനു. മനു. നെക്സ്റ്റ് നമ്മൾ നാ എഴുതി. ഇനി നായുടെ അടിയിൽ ഊവിന്റെ ചിഹ്നം ഇട്ടു. നെക്സ്റ്റ് കാ എഴുതി. ഇനി കാ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്ററിലേക്കാ പോകുന്നത്. അപ്പൊ നമ്മൾ കാ ഹാഫ് ആക്കി വായിക്കണം. അപ്പൊ നു. ഇനി സായുടെ കൂടെ ആയുടെ ചിഹ്നം സാ. നെക്സ്റ്റ് ലെറ്റർ ഇൻ. ഓക്കെ, ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ഇൻ, വേറെ ചിഹ്നമൊന്നുമില്ല. അപ്പൊ നുക്സാൻ. എങ്ങനെയാ വായിക്കുന്നത്? നുക്സാൻ. ഇനി ഇതേത് ലെറ്റർ ആണ്? ഗ അല്ലെ, ഗംഗയുടെ ഗ. ഗായുടെ കൂടെ നമ്മൾ രാ ചേർത്തു. അപ്പൊ ഇനി നമ്മൾ ഇത്രയും നേരം ഊവിന്റെ ചിഹ്നം ചേർത്തത് എല്ലാ ലെറ്ററിന്റെയും താഴെ ഭാഗത്താണ്. അപ്പൊ രായുടെ അടിയിലും താഴെ ഭാഗത്താണോ നമ്മൾ ചേർക്കേണ്ടത്? അല്ല, രായുടെ മാത്രം നമ്മൾ സെന്ററിലാണ് ഊവിന്റെ ചിഹ്നം ചേർക്കുന്നത്. ബാക്കി എല്ലാ ലെറ്റേഴ്സിന്റെയും താഴെ ഭാഗത്ത്, ഒന്നെങ്കിൽ സ്റ്റാൻഡിങ് ലൈനിലോ ലെറ്ററിന്റെ താഴെ ഭാഗത്താണ് ഊവിന്റെ ചിഹ്നം ചേർക്കുന്നത്. പക്ഷെ രായുടെ മാത്രം ഇതുപോലെ സെന്ററിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഇതില് ചിഹ്നം ചേർത്ത് നോക്കാം. ഗായുടെ സ്റ്റാൻഡിങ് ലൈൻ കണ്ടോ? ഗായുടെ എവിടെയാണ് ചിഹ്നം ഇടേണ്ടത്? സ്റ്റാൻഡിങ് ലൈൻ. ഗായുടെ സ്റ്റാൻഡിങ് ലൈനിന്റെ താഴെ ഊവിന്റെ ചിഹ്നം ഇട്ടു. രായുടെ സെന്ററിൽ ഊവിന്റെ ചിഹ്നം ഇട്ടു. അപ്പൊ ഇതിനെങ്ങനെ ഉച്ചരിക്കേണ്ടത്? ഗുരു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. രാ എഴുതി. രായുടെ സെന്ററിൽ ഊവിന്റെ ചിഹ്നം ഇട്ടു. രു. ഇത് ഫസ്റ്റ് ഊ ആണ്, രു. ദെൻ പാ എഴുതി. ഇനി പാ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഏതാണ്? യാ അല്ലെ, യാ. അവിടെ കൊണ്ട് തീരുവാണ്. അപ്പൊ പാ ഫുള്ളായിട്ട് നമുക്ക് ഉച്ചരിക്കാം. രുപ്പയാ. നെക്സ്റ്റ് ഊ. ഊവിന്റെ ചിഹ്നം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അല്ലെ. ഇനി നമുക്ക് ഊവിന്റെ ചിഹ്നം ചേർത്ത് കുറച്ച് വാക്കുകൾ നോക്കാം. ഇത് മലയാളത്തിൽ ഫൂൾ എന്ന് എഴുതിയത് എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ എഴുതാൻ നോക്കാം. ഫ എഴുതി. ഫയുടെ കൂടെ ഊവിന്റെ ചിഹ്നം, ഫയുടെ അടിയിൽ ഊവിന്റെ ചിഹ്നം ഇട്ടു. നെക്സ്റ്റ് ലെറ്റർ ഇല്ലാണ്. ഇല്ലെന്ന് പറഞ്ഞാൽ ലായാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഫൂൾ, ഇങ്ങനെയാണ് ഫൂൾ എഴുതുന്നത്.
അടുത്തത് ധൂൽ. അപ്പൊ എങ്ങനെ എഴുതാം? ധ എഴുതി, ധന്നിന്റെ ധ എഴുതിയിട്ട് ധായുടെ കൂടെ ഊന്റെ ചിഹ്നം, അതായത് സ്റ്റാൻഡിങ് ലൈനിന്റെ താഴെ. ഇനി ലാ ചേർത്ത് കൊടുക്കുക അല്ലെ? ഇപ്പൊ സെക്കൻഡ് ലെറ്റർ ആയതുകൊണ്ടാണ് ഇൽ വന്നത്. അപ്പൊ ധൂൽ. ഇനി നമുക്ക് അടുത്ത വാക്ക് എഴുതാം. ഇതെങ്ങനെ റീഡ് ചെയ്യാം? ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സ. സയുടെ കൂടെ ഊന്റെ ചിഹ്നം സു. നെക്സ്റ്റ് രാ. നെക്സ്റ്റ് ജയുടെ ഹാഫ് ജ. ലാസ്റ്റ് ലെറ്റർ ജയാണ്, അതിന്റെ പകുതി സൂരജ്. അടുത്തത് ഈ വാക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത് നമുക്ക് നോക്കാം. രായാണ് അല്ലെ? ഇപ്പൊ രാ അല്ലെങ്കിൽ റായും നമുക്ക് വായിക്കാം ഈ ലെറ്റർ. രാ അല്ലെങ്കിൽ റാ. നെക്സ്റ്റ് സായുടെ കൂടെ ഊന്റെ ചിഹ്നം, ഇപ്പൊ സൂ. ഇനി ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ലായാണ്, പക്ഷെ ഹാഫ് ആയിട്ട്. അപ്പൊ കൂടുതലായും നമ്മൾ റസൂൽ എന്നുള്ള വാക്കാണ് വായിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ഫസ്റ്റ് ലെറ്റർ ജ. ജ അല്ലെ? ജൂ. നെക്സ്റ്റ് ലായുടെ കൂടെ ആയുടെ ചിഹ്നം ജൂല. നെക്സ്റ്റ് സായുടെ കൂടെ ഫസ്റ്റ് ടൂവിന്റെ ചിഹ്നം സു. നെക്സ്റ്റ് ഇൻ സുൻ. അടുത്ത നോക്കാം ആ ലൂ ആലു. ഗായുടെ കൂടെ ഊന്റെ ചിഹ്നം ഗു. നെക്സ്റ്റ് ഇൻ ഗുൻ. നെക്സ്റ്റ് അഗൈൻ ഗായുടെ കൂടെ ഊന്റെ ചിഹ്നം, അപ്പൊ എന്തായി? ഗു. നാ നാ ഗുൻഗുനാന. നെക്സ്റ്റ് ഭാ. ലായുടെ കൂടെ ഊന്റെ ചിഹ്നം ലൂ ഭാലു. മായുടെ കൂടെ ഊന്റെ ചിഹ്നം മു. ഗായുടെ കൂടെ ആയുടെ ചിഹ്നം ഗാ മുർഗ. ജൂല സുൻ ആലു ഗുൻഗുനാന ഭാലു മുർഗ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മള് ഹ്രസ്വ ഉ, ദീർഘ ഉ അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, ഇനി അതിന്റെ ചിഹ്നം എങ്ങനെയാണ്, അതുകൊണ്ട് വരുന്ന വാക്കുകൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.